ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലുള്ള ഒരു ലെപ്രസി കോളനിയിലാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട്. ഇപ്പം എന്നെ കണ്ടപ്പോൾ ഈ സഹോദരൻ, ഞാൻ ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ സഹോദരൻ നിന്ന് കരയുകയാണ്. കാരണം എല്ലാവരും ഉപേക്ഷിച്ചിട്ട് കാലൊക്കെ വ്രണമായിട്ട് കാലൊക്കെ വ്രണമായിട്ട് ഇങ്ങനെ കിടന്നിട്ട് അദ്ദേഹം ഭയങ്കര കരച്ചിലാണ് ഇപ്പോൾ എന്നെ കണ്ടിട്ട്. ഞാനിവിടെ വരാൻ കാരണമുണ്ട്. ഞാനിവിടെ 2016 ഞാൻ ആദ്യമായിട്ട് ഞാനിവിടെ വന്നത് 2016 എൻ്റെ മിഷൻ്റെ തുടക്കം ഇവിടെയാണ്. മിഷൻ്റെ തുടക്കം ഞങ്ങളുടെ ഒരു കൂട്ടായ്മ, തെരുവിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു 30 പേരടങ്ങുന്ന ഒരു കൂട്ടായ്മ ഇവിടെ കടന്നു വന്നു. സിസ്റ്റർ ലിസി വടക്കേലിൻ്റെ കൂടെ. സഹോദരിയുടെ പേരിൽ ഇപ്പോൾ ചിലപ്പോൾ കേസുകളുണ്ടായിരിക്കാം. പക്ഷെ ഞാനതിനെ വിധിക്കുവാനോ ഒന്നും ആളല്ല. പക്ഷെ എന്നെ കൈപിടിച്ച് ഉയർത്തിയത് ആ സഹോദരിയാണ്, ആ സിസ്റ്ററാണ്, സിസ്റ്റർ ലിസി വടക്കേലാണ്. ഞാൻ നിരന്തരം ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയിരുന്നു, വിശുദ്ധ കുർബാനയ്ക്ക് പോയിരുന്നു. ആ വിശുദ്ധ കുർബാനയാണ് എന്നെ ജീവിതത്തെ മാറ്റിമറിച്ചത് തന്നെ. അങ്ങനെ വിശുദ്ധ കുർബാനയിലേക്ക് കടന്നു എന്ന് സിസ്റ്റർ എന്നെ പരിചയപ്പെട്ടു. എന്നോട് ചോദിച്ചു, തെരുവിൽ വചനം പ്രഘോഷിക്കുന്ന ഒരു ടീമുണ്ട്, കൂടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ സിസ്റ്ററിൻ്റെ കൂടെ കൂടിയത്. അങ്ങനെയാണ് ഞാൻ മയക്കെടുത്ത് പ്രസംഗിക്കാൻ വരെ പഠിച്ചത്. ഇപ്പോഴും പ്രസംഗിക്കാനൊന്നും എനിക്ക് നന്നായിട്ട് അറിയത്തില്ല. എങ്കിലും എന്നെ ഇന്ന് കാണുന്ന ഈ മിഷനിലേക്ക് കടത്തിവിടാൻ ഏറെ സഹായിച്ചത് ആ സിസ്റ്ററാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഓരോ വ്യക്തികളിലൂടെയും പ്രവർത്തിക്കുന്നുണ്ട് ദൈവം. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ എന്നെ ഇങ്ങനെ ഒരു മിഷനറി ആക്കുവാൻ സഹായിച്ച ഒരു വ്യക്തിയാണ് സിസ്റ്റർ ലിസി വടക്കേൽ. 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയിട്ട് ഒരാളെ തിരിച്ച് നന്ദി പറയാൻ വന്നുള്ളൂ. അതുപോലെ മറ്റോ 9 പേരെ കുറിച്ച് സുവിശേഷത്തിൽ പിന്നെ പ്രതിപാദിക്കുന്നില്ല. 9 പേരെ പോലെ ആവാണ്ട് നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ സമയത്ത് ഈ ആന്ധ്രയിലേക്ക് കടന്നു വന്നപ്പോൾ ഈ ലെപ്രസി കോളനിയിലേക്ക്, ഈ കുഷ്ഠരോഗികളുടെ കോളനിയിലേക്ക് കടന്നു വരുവാൻ ഞാൻ ഇടയായത്. ഇവിടെ നിന്നാണ് എൻ്റെ മിഷൻ്റെ തുടക്കം. ഇവിടെ വന്നപ്പോൾ ഈ കുഷ്ഠരോഗം ഒന്നും ഇവിടേക്കില്ല. പക്ഷേ എല്ലാവരും ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട്. സത്യത്തിൽ അന്ന് ഇപ്പോൾ ഈ മനുഷ്യൻ എൻ്റെ മുമ്പിൽ ഇരുന്ന് കരയുകയാണ്. ഇദ്ദേഹം ഓരോ കാര്യങ്ങളും പറഞ്ഞു. ഞാൻ പാപിയായിട്ടാണോ, എനിക്ക് ഇവർ പറയുന്ന കാര്യങ്ങളിൽ കൂടെ ഏകദേശം മനസ്സിലായി ഇദ്ദേഹം വലിയ പാപിയാണ്. ഞാൻ ഈ ജപമാല കൊണ്ടുപോയി കഴുത്തിലിടാൻ നോക്കിയിട്ട് അദ്ദേഹം ഇടിക്കുന്നില്ലാത്തത് പാപിയാണ്, ഇതൊന്നും ഇടാൻ യോഗ്യതയില്ല എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. കാരണം സമൂഹം ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയിരിക്കുന്നവർ, ഇവർക്ക് കുഷ്ഠരോഗി ഇല്ലെങ്കിലും ഇവരെ സമൂഹം ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയിരിക്കുകയാണ്. കോളനിയിലേക്ക് അങ്ങനെ ആരും കടന്നു വരില്ല. അതുകൊണ്ട് ഞാൻ ഇവരുടെ മുമ്പിൽ ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഇവർക്ക് ഭയങ്കര സങ്കടമായി, സന്തോഷം കൊണ്ടുള്ള സങ്കടം. കാരണം ആരും കടന്നു വരാനില്ലല്ലോ. 2016 ഇവിടെ കടന്നു വന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇന്നാണ് ഇവിടെ കടന്നു വരുന്നത്. ഇവിടെ ഞങ്ങൾ അന്ന് വന്ന് ഞങ്ങൾ 30 പേരെ വന്ന് ഈ ദേവാലയത്തിൽ വന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥന നടത്തി, ഇവരുടെ ഭവനങ്ങൾ സന്ദർശിച്ച് അങ്ങനെ അന്ന് പോയതാണ്. ആ ഒരു ഓർമ്മയിലാണ് ഇന്നിവിടെ വന്നത്. ഇവിടെ വരാനുള്ള കാര്യം ഒരു നന്ദി സൂചകമായിട്ടാണ്. കാരണം ഇവിടെ നിന്നാണ് എൻ്റെ തുടക്കം. ഇവിടെ നിന്നും പിന്നെ പോയി POCയിലേക്ക് പോയി. ഇവിടെ ഞാൻ അന്ന് വന്നപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ആരോരുമില്ല. ഞാനന്ന് എൻ്റെ കയ്യിലൊക്കെ ഒരു ജപമാലയുണ്ട്. ഈ ജപമാല ഇവർ മേടിച്ച് ഒത്തിരി മുത്തുവും കയ്യെ പിടിച്ച് ഒത്തിരി മുഖം കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു. കാരണം ഇവരങ്ങനെ ചെയ്യാൻ ആളില്ല. അത് കാരണം അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഞാനന്ന് തീരുമാനിച്ചത്, കർത്താവേ, എനിക്ക് ഇവരുടെ കൂട്ടത്തൊക്കെ ഇങ്ങനെ യേശുവിനെ അറിഞ്ഞവരാണെങ്കിലും സ്നേഹിക്കാൻ ആരുമില്ലാത്തവർ ഇവരുടെ അടുത്തൊക്കെ ഒന്ന് ശുശ്രൂഷ ചെയ്യുവാൻ കിട്ടിയിരുന്നെങ്കിൽ ഭാഗ്യമായിരുന്നു. കർത്താവേ, നീ എന്നെ ഒരുക്കണമേ എന്ന് അന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അന്ന് ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഇന്ന് ഈ ഇന്ത്യയുടെ മുഴുവൻ ഭാഗങ്ങളിലും ഈ മിഷൻ ഗ്രാമങ്ങളിലേക്കൊക്കെ സഞ്ചരിക്കുവാൻ എനിക്ക് സാധിക്കുന്നത്. എനിക്ക് ബനിയിలేదు చచ్చుకోవాలనిపిస్తుంది. ഞാനിവരുടെ കോളനിയിലേക്ക് കടന്നു വന്നപ്പോഴേക്കും ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവർക്ക് ഇവരുടെ അടുത്തേക്കൊക്കെ ഇങ്ങനെ സന്ദർശിക്കുന്നത് ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇവരൊന്നും ആരും കടന്നു വരാനില്ല. ഇത് ഒരു കോളനി ആയിട്ട് മാറ്റി നിർത്തി, കുഷ്ഠരോഗികളുടെ കോളനി ആയിട്ട് മാറ്റി നിർത്തിയിരിക്കുന്നതാണ്. ഇവർ എവിടെയെങ്കിലും പോയി ഫിഷ് യാചിച്ചുകൊണ്ടൊക്കെയാണ് ജീവിക്കുന്നത്. പിന്നെ നമ്മുടെ സിസ്റ്റർമാരാണ് ഇവരെ
FCCയിലെ സിസ്റ്റർമാരുണ്ട് ഇവിടെ അടുത്ത്. അവരാണ് ഇവർക്കുള്ള സഹായങ്ങളൊക്കെ കൊടുക്കുന്നത്. പിന്നെ സർക്കാരിൽ നിന്നൊക്കെ സഹായം കിട്ടുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇവരുടെ ആത്മീയ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെ ഒരു ചർച്ചിലാണ്. അതുപോലെ സിസ്റ്റർമാർ ഇവർക്ക് അരിയും സാധനങ്ങളും ഇവർക്കുള്ള ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. ഞാനിപ്പോൾ അവരുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ അവർ ഭയങ്കര സങ്കടമാണ് അവർക്ക്. അവർ എന്നെ കെട്ടിപ്പിടിക്കലും എന്നെ കയ്യെ പിടിച്ച് മുത്തലും. ഇവർ ഒരു ഭയങ്കര പാപം ചെയ്തിട്ടാണ് ഇവർക്ക് ഇങ്ങനെ വന്നതെന്നാണ് ഇവരുടെ ചിന്ത. പക്ഷേ എനിക്ക് ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് ഭാഷ അറിയില്ല. തെലുങ്ക് ആയത് കാരണം എനിക്ക് അറിയില്ല. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇങ്ങനെ നടന്നു. പക്ഷെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അവർ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുക. അവർ പാപിയായിട്ടാണോ, ഞാൻ പാവിയായിട്ടാണ് ഇങ്ങനെയൊക്കെ പോകുന്നത്. കാല് മുറിച്ച് കളഞ്ഞവർ, കയ്യോ മുറിച്ച് കളഞ്ഞവർ, അതിന് കാലിൻ്റെ വിരലില്ലാത്തവർ, അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെപ്പോലെയുള്ള മനുഷ്യർ ഇങ്ങനെ ലോകത്തിലുണ്ട്. ഇവരൊക്കെ ശുശ്രൂഷിക്കുന്ന സിസ്റ്റർമാരെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും സിസ്റ്റർമാരെയൊക്കെ മാറ്റി നിർത്തുന്നുണ്ടല്ലോ. എന്തിനാ ഇനി സിസ്റ്ററാവാൻ പോകുന്നതെന്നൊക്കെ സോഷ്യൽ മീഡിയകളൊക്കെ ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട്. നിങ്ങൾ സിസ്റ്ററാവാൻ പോകരുത്, നിങ്ങൾ വൈദികരാവാൻ പോകരുത് എന്ന്. പക്ഷെ നമ്മുടെ സിസ്റ്റർമാരും ഈ വൈദികരും പ്രവർത്തിക്കുന്ന ഇങ്ങനെയുള്ള പ്രവർത്തികൾ എല്ലാവരും ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന ഇങ്ങനെയുള്ള ആളുകളെ ശുശ്രൂഷിക്കുന്ന സിസ്റ്റർമാരെ ഒന്നും നമ്മൾ പലപ്പോഴും കണ്ടെന്ന് വരികയില്ല. കാരണം നമ്മുടെ കണ്ണുകൾ എപ്പോഴും സുഖസൗകര്യങ്ങളിൽ ആശ്രയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു സിസ്റ്റർ ഒരു വൈദികനോ തെറ്റ് ചെയ്യുമ്പോൾ ലോകത്തിലുള്ള സകല വൈദികരും അതുപോലെ ലോകത്തിലുള്ള സകല സിസ്റ്റർമാരും അങ്ങനെയാണെന്ന് നമ്മളങ്ങ് ധരിച്ചു വെച്ചിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവിടെയൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റർമാരെയൊക്കെ അവർക്ക് എത്ര ത്യാഗം സഹിച്ചിട്ടാണ് ഇവിടെയൊക്കെ വന്ന് ശുശ്രൂഷ ചെയ്യുന്നതെന്നൊന്ന് ചിന്തിച്ച് നോക്കണം. നമ്മളൊക്കെ ഇടയ്ക്ക് കുറ്റപ്പെടുത്തുന്നവർ, സിസ്റ്റർമാരെയും വൈദികരെയൊക്കെ കുറ്റപ്പെടുത്തുന്നവർ വല്ലപ്പോഴുമെങ്കിലും ഇങ്ങനെയുള്ള മിഷൻ ഗ്രാമങ്ങളിലേക്കൊന്ന് സന്ദർശിക്കണം. ഇങ്ങനെയുള്ള കുഷ്ഠരോഗികളുടെ കോളനികളിലേക്കൊന്ന് സന്ദർശിക്കണം. മന്ദബുദ്ധികളായവർ, അതുപോലെ കിടപ്പിൽ കിടക്കുന്നവരുടെ 1ഉം 2ഉം ഒക്കെ എടുക്കുന്ന സിസ്റ്റർമാർ, അവരൊക്കെ ഒന്ന് ഓർക്കണം. എപ്പോഴും നമ്മൾ എപ്പോഴും സിസ്റ്റർമാരെ കുറ്റം പറയരുത്. ഞാനും ചില സിസ്റ്റർമാരൊക്കെ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് അവരെ നമുക്ക് ഓർക്കാം. 1ഓ 2ഓ പേര് തെറ്റിയത് അവർ പൊക്കോട്ടെ, അവരെ നമ്മൾ വിധിക്കണ്ട. കർത്താവിൻ്റെ സ്നേഹത്തിൽ അവർ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ നമ്മൾ മാനിക്കുക തന്നെ ചെയ്യണം. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.